ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടന്നുകൊണ്ടിരിക്കുന്ന മഹാകുംഭമേളയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ താരമായി മാറിയ പെൺകുട്ടിയാണ് മോണി ഭോസ്ലെ. മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നെത്തിയ മോണി ഭോസ്ലെ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയത്. രുദ്രാക്ഷ മാലകൾ വിൽക്കാൻ എത്തിയതാണ് മോണി ഭോസ്ലെ. ക്യാമറയുടെ കണ്ണിൽപ്പെട്ടതോടെ മോണി വൈറലായി മാറുകയും പിന്നീട് കുംഭമേളയിൽ മൊണാലിസ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മൊണാലിസയുടെ വരുമാനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാവുന്നത്. 10 ദിവസം കൊണ്ട് 10 കോടി രൂപയാണ് ഈ പെൺകുട്ടി സമ്പാദിച്ചതെന്നാണ് ചിലർ പറയുന്നത്. എന്നാൽ ഈ വാദങ്ങൾ തള്ളിക്കൊണ്ട് മോണി തന്നെ രംഗത്ത് വരികയും ചെയ്തു. അത്രയ്ക്കധികം പണം സമ്പാദിക്കാൻ തനിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ മാലകൾ വിൽക്കാൻ ഇവിടെ നിൽക്കില്ലായിരുന്നു എന്നാണ് പെൺകുട്ടി പറയുന്നത്. കുടുംബത്തിൻ്റെയും തൻ്റെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി തനിക്ക് ഇൻഡോറിലേക്ക് തിരികെ പോകേണ്ടി വന്നുവെന്നും പറ്റിയാൽ അടുത്ത കുംഭമേളയ്ക്ക് എത്തുമെന്നും മോണി ഭോസ്ലെ എക്സിൽ എഴുതുകയും ചെയ്തു. പിന്നീട് തൻ്റെ മേക്ക് ഓവർ വീഡിയോകളിലൂടെ മോണി ഭോസ്ലെ വീണ്ടും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ തരംഗമായി മാറി. അധികം വൈകാതെ മൊണാലിസ സിനിമയിലോ OTT പ്ലാറ്റ്ഫോമുകളിലോ പ്രത്യക്ഷപ്പെടുമെന്നും മോഡലിംഗിൽ സജീവമാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ കഴിഞ്ഞ ജനുവരി 21-ന് മോണി തൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ മാത്രം 5 ലക്ഷത്തിലേറെ ആളുകളാണ് കണ്ടത്. വീട്ടിൽ തിരിച്ചെത്തിയ മൊണാലിസ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായി മാറിയിരിക്കുകയാണ്. ഈ പെൺകുട്ടിയുടെ യൂട്യൂബ് ചാനലിലും എക്സ് അക്കൗണ്ടിനും ആയിരക്കണക്കിന് ഫോളോവേഴ്സിനെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ലഭിച്ചിരിക്കുന്നത്. ഒരു ദിവസം കൊണ്ട് സാധാരണക്കാരിയായ ഒരു മാല വിൽപ്പനക്കാരി എന്ന നിലയിൽ നിന്നും ഡിജിറ്റൽ സെൻസേഷനായി മാറിയ കഥയാണ് മൊണാലിസയുടേത്. മൊണാലിസയുടെ ആകർഷകമായ ആംബർ കണ്ണുകളും ഇരുണ്ട നിറവും മാത്രമല്ല, പെൺകുട്ടിയുടെ സൗമ്യമായ പെരുമാറ്റവും സോഷ്യൽ മീഡിയയിൽ തരംഗമായി. മൊണാലിസയുടെ പേരിൽ ഒരുപാട് ഫാൻ പേജുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവർക്കെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ വരുമാനവും ലഭിക്കുന്നുണ്ട്. ഇതുപോലെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് താരങ്ങളാക്കിയ ഒരുപാട് പേരുണ്ട്. റാണു മണ്ഡൽ, ഭൂപൻ ഭട്യാഗർ, അങ്ങനെ ഒട്ടേറെ പേർ. പശ്ചിമ ബംഗാളിലെ രണാഘട്ട് റെയിൽവേ സ്റ്റേഷനിലിരുന്ന് പാട്ടുപാടിയ റാണു മണ്ഡലിനെ നിമിഷങ്ങൾ കൊണ്ടാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത്. ലതാ മങ്കേഷ്കറുടെ ഏക് പ്യാർ കാ നഗ്മ ഹേ എന്ന പാട്ടുപാടിയാണ് റാണു ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയത്. ആരോ പകർത്തിയ ആ വീഡിയോ കണ്ടതോടെ സോഷ്യൽ മീഡിയയിലെങ്ങും ചർച്ച അവരായി. സംഗീത സംവിധായകൻ ഹിമേഷ് രശ്മിയ തൻ്റെ സിനിമയിൽ അവർക്ക് പാടാൻ അവസരവും കൊടുത്തു. 36 ചൈന ടൗൺ എന്ന ചിത്രത്തിലെ ഗാനത്തിൻ്റെ പുതിയ പതിപ്പ് പാടിയതും അവർ തന്നെയാണ്. എന്നാൽ അതിനിടെ ആളുകളോടുള്ള മോശം സമീപനം കൊണ്ട് അവർ ഒട്ടേറെ വിമർശനങ്ങളും ഏറ്റുവാങ്ങി. അതിനിടെ പുതിയൊരു വീട്ടിലേക്ക് അവർ താമസം മാറിയിരുന്നു. എന്നാൽ വീണ്ടും പഴയ വീട്ടിലേക്ക് തിരിച്ചെത്തിയെന്നും സാമ്പത്തികമായി തകർന്ന നിലയിൽ തന്നെയാണെന്നും മാധ്യമങ്ങൾ പിന്നീട് റിപ്പോർട്ട് ചെയ്തിരുന്നു. പശ്ചിമ ബംഗാളിലെ ഒരു കടല വിൽപ്പനക്കാരനായിരുന്നു ഭൂപൻ ഭട്യാഗർ. അദ്ദേഹത്തിൻ്റെ കടല വിൽപ്പനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കച്ചാ ബദം എന്ന പാട്ട് പാടിയാണ് അദ്ദേഹം കടല വിറ്റത്. ബംഗാളി നടൻ നീൽ ഭട്ടാചാര്യ ഭൂപൻ്റെ വീഡിയോ തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചതോടെയാണ് സംഭവം വൈറലാകുന്നത്. ദിവസങ്ങൾ കൊണ്ടാണ് 30 ദശലക്ഷം പേർ ആ വീഡിയോ കണ്ടത്. അതോടെ പാടാനുള്ള അവസരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി. ഒരു സ്റ്റുഡിയോ ഉടമയുമായുള്ള എഗ്രിമെൻ്റ് ഉണ്ടാക്കി. എന്നാൽ അവർ ഭൂപന് പണമൊന്നും നൽകിയില്ല. അതിനു പുറമെ ബംഗാളി സീരിയലിൽ അഭിനയിക്കാനുള്ള അവസരവും ഭൂപനെ തേടിയെത്തി. ടാൻസാനിയയിൽ നിന്നുള്ള കിലി പോൾ മലയാളികൾക്ക് അവരുടെ സ്വന്തം ഉണ്ണേട്ടനാണ്. ലിപ്സിംഗ് ആണ് ആശാൻ്റെ മേഖല. ആദ്യം ബോളിവുഡ് പാട്ടുകളായിരുന്നു, പിന്നീട് മലയാളത്തിലുമെത്തി. അങ്ങനെ മലയാളികളുടെ ഉണ്ണേട്ടനായി മാറി. ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂടിയതോടെ ജീവിതം അടിമുടി മാറുകയും ചെയ്തു. ടാൻസാനിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ്റെ ഓഫീസിലേക്ക് വിളിച്ച് കിലിയെ ആദരിച്ചു. ഹിന്ദിയിലെ ബിഗ് ബോസിലേക്ക് പ്രത്യേക അതിഥിയായി ക്ഷണിച്ചു. സോഷ്യൽ മീഡിയ പ്രൊമോഷനായി പലരും എത്തി. അതിൽ നിന്ന് വരുമാനവും കിട്ടി. ഇന്ത്യക്കാർ വളരെ നല്ല ആളുകളാണെന്നാണ് കിലി പോൾ പറയുന്നത്. നല്ല കാര്യം ചെയ്താൽ ഏതറ്റം വരെയും പിന്തുണ നൽകാൻ ഇന്ത്യക്കാർ ഉണ്ടാകുമെന്നാണ് കിലി പോൾ പറയുന്നത്.